സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ. പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. സഹൃദയരെ, അടുത്ത ഒരു രംഗത്തോടുകൂടി സെന്റ് സ്റ്റീഫൻസ് ആർട്സ് ക്ലബിന്റെ ആദ്യഹാസ്യ സംഗീത നൃത്ത കലാരൂപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ കഥ, തിരക്കഥ, സംഭാഷണം പട്ടണം കുട്ടപ്പൻ, രംഗസജ്ജീകരണം കാട്ടാക്കട പുരുഷോത്തമൻ, സംഗീതം VR സൽമാൻ, ശബ്ദവും വെളിച്ചവും റസൂൽ പരീക്കുട്ടി, പാടിയത് പട്ടാമ്പി പപ്പൻ ആൻഡ് പങ്കജവല്ലി, സംവിധാനം MT വാസുദേവൻ നമ്പ്യാർ. ഞങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതോ മരിച്ചവരോ ആയ ആരുമായും ബന്ധമില്ല. എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികം എന്നോ കലികാല വൈഭവം എന്നോ പറയണ്ടു. അടുത്ത ഒരു ബെല്ലോടുകൂടി ഈ കലാരൂപം ആരംഭിക്കുകയാണ്. ഭാരവാഹികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓഡിറ്റോറിയത്തിന് അകത്തോ പുറത്തോ ഉള്ള ലൈറ്റ്, ഫാൻ, വാഹനങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഗ്യാസ് കുറ്റി എന്നിവ ആരും ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്യരുത്. കലാരൂപം ആരംഭിക്കുന്നു. നമുക്ക് ഈ യാത്ര നമ്മുടെ കൊച്ചു കേരളത്തിലെ സാധാരണ കുടുംബത്തിൽ നിന്നും ആരംഭിക്കാം. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിറങ്ങി ഞാൻ. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിറങ്ങി ഞാൻ. ആകെ കടത്തിൽ കുടുങ്ങി ഞാൻ, കെട്ടുതാലി പോലും പണയത്തിലായി. കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം. എന്റെ കർത്താവേ, എന്റെ കഷ്ടകാലം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യേ? എടി മറിയക്കുട്ടിയെ എന്നാ പറ്റിയടി? ചിട്ടി പിടിച്ച് വാങ്ങിയതാ, കാശ് മുടക്കി വാങ്ങിയതാ. അയ്യോ ഈ സാരി കീറിപ്പോയി. കസവിന്റെ കരയുള്ള സാരിയാ, പള
അല്ലേടി നിനക്കും കൂടി അറിയാവുന്നല്ലേടി ഈ വീടിന്റെ അവസ്ഥ? ഓ എന്നാ അവസ്ഥയാ? വാടക വീട്ടിലല്ലോ മമ പൊറുതി, അതിൽ കഷ്ടപ്പാടും ദുരിതവും എനിക്കു സ്വന്തം. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങാൻ ഉറങ്ങും ഞാൻ. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങാൻ ഉറങ്ങും ഞാൻ. ഈ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടും ദൈവേ. ദൈവത്തിനെ വിളിച്ചോണ്ടിരുന്നോ? എന്റെ മനുഷ്യനെ, ഒരു പണി മേലില്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന എങ്ങനെ സാരി മേടിക്കുന്ന വിചാരം? ഓ നിന്റെ ഒടുക്കത്തെ ഒരു സാരി. എടി വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഞാനല്ലേ? ഓ പിന്നെ. എടി അനിയനെ വലിയൊരു രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ? ഓ വലിയ കാര്യായി. എടി ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ. വയസ്സായ അപ്പനെയും വല്യാപ്പനെയും ഞാൻ നോക്കണില്ലേടി? ഇവരുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എടി മറിയ കുട്ടി, എന്നാന്നേ? നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഓ അയ്യേ അതല്ല. പിന്നെ എന്നാത്തിനാ? ഇനിയിപ്പൊ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്നാ വഴിയാ? കടലിനക്കരെ പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. കടലിനക്കരെ പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം, കൈ നിറയെ പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം. അറബിയുടെ വീട്ടിലെ അലമാരക്കുള്ളിലെ അടുക്കി കെട്ടിയ നോട്ടുകൾ അടിച്ചു മാറ്റി അയച്ചു തരാം ഞാൻ. എന്നാ പോ, എന്നാ പോ, എന്നാ പോ. ഓ ദേവൻ അടുത്ത കഷ്ടകാലം. അപ്പൻ അവിടെ എവിടെയെങ്കിലും പോയത് കിടക്കാൻ പാടില്ലേ? അപ്പനെ നിനക്ക് മൂക്കി പഞ്ഞു വെച്ച് കർത്താനാണല്ലോ ധൃതി. എടാ നിനക്ക് ഈ അപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോടാ ജോർജ് കുട്ടിയെ? അപ്പൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടെന്നാ പറയണത്? എടാ നീ ഏത് നേരം ഈ പെണ്ണും പിള്ളേടെ പുറകെ എങ്ങനെ നടന്നിട്ട് എന്താടാ കാര്യം? അപ്പൊ അപ്പൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്നാ പറഞ്ഞു? കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ. ആ ഈ നിക്കണ കുരിശ് ഇവിടെ വന്ന് കേറിയപ്പന്നെയാടാ ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത്. അപ്പനാണ് ഞാൻ നോക്കൂല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ പെണ്ണുമ്പിള്ളനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ല. എടാ ജോർജ് കുട്ടി, ഇവള് ഇവിടെ കാട്ടിക്കൂടുന്ന എന്തൊക്കെയാന്ന് നിനക്ക് അറിയൂടാ? ഇവള് എന്ത് കാണിച്ചെന്ന് അപ്പം പറയണത്? ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചെയറിമ തുണി കൂടി ഇരുന്നിട്ട് മടുത്തിപ്പ മോനെ എനിക്ക്. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചെയറിമ തുണി കൂടി ഇരുന്നിട്ട് മടുത്തിപ്പ മോനേടാ. അയ്യോ 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 എന്നെ തല്ലിക്കൊന്നേ. അയ്യോ എന്റെ കർത്താവേ, എനിക്ക് ഇതിങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി. പാപ്പന് പാടില്ലടാ, പാപ്പന് പാടില്ല. ഓ ദേ വരുന്ന അടുത്ത കഷ്ടകാലം. അപ്പാ അപ്പനെ അപ്പന്റെ അപ്പനോടൊന്ന് പറയാൻ പാടില്ല എവിടെയെങ്കിലും പോയി കിടക്കാനായിട്ട്? എടാ ഞാൻ അപ്പനോട് പറഞ്ഞ അപ്പൻ കേൾക്കൂലാടാ. ഓ വല്യപ്പൻ എന്തിനാ കരയണത്? വല്യപ്പന് പാടില്ലടാ മോനെ ജോർജ് കുട്ടി, ആ കുഴമ്പെടുത്തിട്ട് തിരുമ്മി താട്ടടാ. അയ്യോ മുതുകിൽ പിടിച്ച് പതക്കെ തിരുമടാ മോനെ ജോർജ് കുട്ടി, ആ കുഴമ്പെടുത്തിട്ട് പതക്കെ തിരുമടാ. ഇടക്കിടക്കന്റെ വയറിനകത്ത് ഉരുണ്ട് കയറണം മോനെ, പരണ്ട് കയറണം മോനെ, തിരുമ്മി തട്ടട മോനെ, പതുക്കെ തിരുമും മോനെ. വല്യപ്പന് പാടില്ലടാ മോനെ ജോർജ് കുട്ടി, ആ കുഴമ്പെടുത്തിട്ട് പുതുക്കെ തിരുമടാ. അയ്യോ ഇപ്പൊ കുറവുണ്ടോ വല്യപ്പാ? ആ ഇപ്പൊ കുറവുണ്ട് മോനെ ജോർജ് കുട്ടി. വല്യപ്പന് 50 രൂപ തന്നാടാ. എന്റെ 10 പൈസ ഉണ്ടാവൂല. നിന്റെ 50 രൂപ ഇല്ല? ഇല്ല. നിന്റെ 50 രൂപ ഇല്ല? ഇല്ലെന്ന്. എടാ ഈ പാവപ്പെട്ട വല്യപ്പന്റെ മുഖം ഒന്ന് ഫേസിൽ ചെയ്യാനും ഈ നരച്ച മുടി ഒന്ന് ഡൈ ചെയ്യാനും 50 രൂപ ചോദിച്ചപ്പോ നിന്റെ കയ്യിൽ 50 രൂപ ഇല്ല. ഓ കിളവന്റെ ഒരു പൂതിയേ. നീ എന്താടാ വെറുതെ നോക്കിക്കടാ, കൂടെ കരയടാ. ഓ ഒന്ന് നിർത്ത്. ഇനി എന്താ നിങ്ങളുടെ വിഷമം? ഞങ്ങളുടെ വിഷമം എന്താ? ചക്കിയിലെ ചിത്രങ്ങൾ പോയി മറഞ്ഞു, ഇക്കിളിക്കിന്നര പൂത്തുമ്പി ഇക്കിളി ചക്കരണി. ആരാധകരെല്ലാരും വെകിളി പിടിച്ചു, ഇക്കിളിക്കിന്നര പൂത്തുമ്പി ഇക്കിളി ചക്കരണി. നീയില്ല ടാക്കീസിൽ ആള് കുറഞ്ഞു, കാതരയാം നീ എവിടെ പോയി മറഞ്ഞു. ഇനിയും വരാത്തതല്ലേ എന്നെ ചക്കിയിലെ മധുരം തരാത്തതെന്തേ? ആ ഇനിയും വരാത്തതെന്തേ എന്നെ ചക്കിയിലെ മധുരം തരാത്തത്?